ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത് UAE. അപ്പോൾ എന്തൊരു ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഞാൻ എനിക്ക് അറിയുന്ന പോലെ അന്വേഷിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ ആയിട്ട് മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച് പഠിച്ചു, അതായത് പുള്ളിനെ ഞാൻ ആഗ്രഹിച്ച് ഇവിടെ കോഴ്സ് എടുത്ത്, അതായത് നഴ്സിംഗ് കോഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും പറയുന്നുണ്ട് സ്കോപ്പ് ഇപ്പോൾ പണ്ടത്തെ പോലെ കുറെ സ്കോപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്, ചാൻസ് കുറവാന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അവരെ ഡിസപ്പോയിൻമെന്റ് ആക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നേഴ്സസിന് ഇപ്പോൾ അധികം ഹയറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സ്കോപ്പ് കുറച്ച് കുറവാണ് കമ്പയറിങ് ടു പ്രീവിയസ് നമുക്ക് ഹ്യൂജ് വേക്കൻസികൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻക്ലൂഡിങ് UK, USA, ഓസ്ട്രേലിയ, പിന്നെ അയർലൻഡ്, അങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ എല്ലാം യൂറോപ്യൻ കൺട്രി ഓൾമോസ്റ്റ് എല്ലായിടത്തും സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ ഇപ്പൊ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് പുറത്തുനിന്ന് ആൾക്കാരെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ GCC കൺട്രികളിലും വരുന്നത്. ഇവിടെ കുറെ യൂണിവേഴ്സിറ്റി, ഇപ്പം ഇവിടെ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളും കുറെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അതായത് അവർ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. എന്നിരുന്നാൽ പോലും എന്താ പറയാ, ഫ്രഷേഴ്സിന് ചാൻസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്താവുന്നുള്ള, ഫ്യൂച്ചറിൽ എന്താവുന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നഴ്സിംഗ് എടുത്തത് തെറ്റാന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് വിടണം. നമ്മുടെ ജോലി എപ്പോഴും സ്കോപ്പ് ഉള്ളത് തന്നെയാണ്. അതിപ്പോ ഇവിടെ GCC കൺട്രി കാര്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിൽ ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നല്ല ജോലി, നല്ല സാലറിയും കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു 2025 ഇപ്പോൾ അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നഴ്സിംഗ് എടുത്തത് ഒരിക്കലും ഒരു ഇതാവില്ല, നല്ല കോഴ്സ് തന്നെയാണ്. പിന്നെ ഹയറിങ്ങും കാര്യങ്ങളൊക്കെ അത് ഡിപ്പെൻഡ് ഓൺ ഇരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ചാൻസ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് നഴ്സിംഗ് ഉള്ളത് കേട്ടോ. ഇപ്പോന്ന് വെച്ചുകഴിഞ്ഞാൽ ഹ്യൂജ് ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട്. പിന്നെ അവരവരുടെ കൺട്രിയിലെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കുറെ പേര് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ദുബായിൽ തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കുറെ പേര് ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് 2026. അപ്പൊ അവർക്കാണല്ലോ അവർ മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെയാണ്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ ഒരു ചാൻസും ഇല്ല, അങ്ങനെയല്ല, ചാൻസ് ഉണ്ട്. 50-50 തന്നെയാണ്. പണ്ടത്തെ അപേക്ഷിച്ചിട്ട് കുറവാണ് കേട്ടോ ഹയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ നഴ്സിംഗ് എപ്പോഴും ജോലി അവസരങ്ങളുള്ളൊരു ഫീൽഡ് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇത്രയുള്ള സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.